നിങ്ങളുടെ വീട് പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? വീട് പണിയുടെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്നതും എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതും ഇന്റീരിയറിലാണല്ലേ? അപ്പൊ ഇന്റീരിയറിൽ നമ്മൾ ട്രഡീഷണലി ഫോളോ ചെയ്ത് വരുന്ന രീതി ഫോളോ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ മോഡുലാർ ഫാക്ടറിയിൽ മെയ്ഡ് ചെയ്തിട്ടുള്ള ഇന്റീരിയർ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ കേരളത്തിലെ കാർപ്പൻട്രി മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിന് ആദ്യം വരുന്ന പ്രശ്നമാണ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ. അതിന്റെ അലൈൻമെന്റിലും ഷേപ്പിലും ഉണ്ടാകുന്ന വ്യത്യാസം നമ്മുടെ പ്രൊഡക്റ്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. മോഡുലാർ ഫാക്ടറിയിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നമ്മുടെ സ്ട്രക്ചറിന്റെയും അലൈൻമെന്റിന്റെയും ഒക്കെ നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് സോർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഡക്ട്സ് കംപ്ലീറ്റ്ലി മിഷൻ മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു അലൈൻമെന്റിന്റെയും സ്ട്രക്ചറിന്റെയും കാര്യം നമുക്ക് പക്കയായിരിക്കും. ട്രഡീഷണൽ മെത്തേഡിലെ അടുത്ത പ്രശ്നമാണ് പ്രൊഡക്റ്റിന്റെ ലാസ്റ്റിംഗ്. നമ്മുടെ പ്രൊഡക്റ്റ് ഈർപ്പൊക്കെ തട്ടിയിട്ട് ലാസ്റ്റിംഗ് ഇല്ലാതെ ആയിപ്പോകും, എഡ്ജ് ഒക്കെ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു വരും. ഇതെങ്ങനെ സോർട്ട് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു തരാം. കോൾഡ് പ്രസ് എന്ന് പറയുന്ന ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൈക്ക പ്ലൈവുഡ് പോലുള്ള ഷീറ്റുകളൊക്കെ ബ്ലെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് നമ്മുടെ പ്രൊഡക്റ്റ് പൊളിഞ്ഞു വരത്തില്ല. പിന്നെ നമ്മൾ പ്രൊഡക്റ്റിന് എഡ്ജ് ബാൻഡിങ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് കാണാൻ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. ട്രഡീഷണൽ മെത്തേഡ്സ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു കൺസേൺ ആണ് നമ്മുടെ പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്ന ഒരു ടൈമും അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ടൈമും. അത് നമുക്ക് കംപ്ലീറ്റ്ലി ഇവിടെ സോർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫാക്ടറി മെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ജസ്റ്റ് ഫോർ ഇൻസ്റ്റാളേഷൻ മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് മോഡുലർ ഫാക്ടറിനെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനും വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് മോഡുലർ ഫാക്ടറി കണക്ട് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സീ യു സൂൺ ഗൈസ്.